ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ഐഫോൺ വാങ്ങാൻ നിങ്ങൾ ആപ്പിളിന്റെ ഒരു ഷോറൂമിലേക്ക് പോവുകയാണ്. പക്ഷെ ആ സ്റ്റോറിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഇറങ്ങേണ്ട മെട്രോ സ്റ്റേഷന്റെ പേര് സാംസങ് എന്നാണെങ്കിലോ? കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷെ സംഗതി സത്യമാണ്. മലേഷ്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ആപ്പിൾ തുടങ്ങിയപ്പോൾ അവർക്ക് സാംസങ് കൊടുത്ത ഒരു ഒന്നൊന്നര പണിയാണിത്. വെറുമൊരു പരസ്യം മാത്രമല്ല, ഒരു മെട്രോ സ്റ്റേഷനെ തന്നെ അവരങ്ങ് ഹൈജാക്ക് ചെയ്തു കളഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സംഭവം നടക്കുന്നത് മലേഷ്യയിലെ കുലാലംപൂരിലാണ്. ആപ്പിൾ ആരാധകർ ഏറെ കാലമായി കാത്തിരുന്ന ഒന്നായിരുന്നു മലേഷ്യയിലെ ആദ്യത്തെ ആപ്പിൾ സ്റ്റോർ. ദ എക്സ്ചേഞ്ച് TRX എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ സ്റ്റോർ നിലകൊള്ളുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഹബ്ബായ ടൂൺ റസാഖ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ TRX ആണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഉദ്ഘാടന ദിവസം അവിടെ എത്തിയത്. എന്നാൽ ആപ്പിൾ സ്റ്റോർ കാണാൻ എത്തിയവരെ സ്വാഗതം ചെയ്തത് ആപ്പിൾ ആയിരുന്നില്ല, മറിച്ച് അവരുടെ കോമ്പറ്റീറ്ററായ സാംസങ് ആയിരുന്നു. ആപ്പിൾ സ്റ്റോറിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷന്റെ പേര് TRX മെട്രോ സ്റ്റേഷൻ എന്നായിരുന്നു. എന്നാൽ ആപ്പിൾ സ്റ്റോർ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് സാംസങ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. അവർ ആ സ്റ്റേഷന്റെ നെയിമിംഗ് റൈറ്റ്സ് സ്വന്തമാക്കി. ഇതോടെ സ്റ്റേഷന്റെ പേര് ഔദ്യോഗികമായി TRX സാംസങ് ഗാലക്സി സ്റ്റേഷൻ എന്നായി മാറി. ട്രെയിനിനുള്ളിലെ അനൗൺസ്മെന്റ് മുതൽ ഗൂഗിൾ മാപ്പിൽ വരെ സ്റ്റേഷന്റെ പേര് സാംസങ് എന്നായി. ഇതുകൊണ്ടും തീർന്നില്ല. സ്റ്റേഷനിലെ ഓരോ ചുവരും, ലിഫ്റ്റും, എസ്കലേറ്ററും, എന്തിന് പ്ലാറ്റ്ഫോമിലെ സ്ക്രീനുകളിൽ പോലും സാംസങ് അവരുടെ ഏറ്റവും പുതിയ ഗാലക്സി S24 സീരീസിന്റെ പരസ്യങ്ങൾ കൊണ്ടങ്ങ് നിറച്ചു. ചുരുക്കി പറഞ്ഞ ഐഫോൺ വാങ്ങാൻ ടിക്കറ്റ് എടുക്കുന്നവൻ പോലും ചോദിക്കേണ്ടത് സാംസങ് സ്റ്റേഷനിലേക്ക് ഒരു ടിക്കറ്റ് തരൂ എന്നാണ്. സാംസങ് ഇത് വെറുതെ ചെയ്തതല്ല. ഇതിനെ മാർക്കറ്റിംഗ് ഭാഷയിൽ ആംബുഷ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോൺക്വസ്റ്റിംഗ് എന്ന് വിളിക്കാം. ആപ്പിൾ സ്റ്റോറിലേക്ക് പോകുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യമേ തന്നെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഫോണുകളെ കുറിച്ചുള്ള ചിന്ത എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സ്റ്റേഷൻ മുഴുവൻ സാംസങ്ങിന്റെ സിഗ്നേച്ചർ ബ്ലൂ നിറം. ആപ്പിൾ സ്റ്റോറിലേക്ക് കയറുന്നതിന് മുൻപും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഐഫോൺ പ്രേമികൾ കാണുന്നത് ഗാലക്സി A കുറിച്ചുള്ള പരസ്യങ്ങളാണ്. ഐഫോൺ എടുക്കാൻ ഉറപ്പിച്ചു വന്ന ചിലരുടെയെങ്കിലും മനസ്സൊന്ന് പാളിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. ഈ സംഗതി പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ആപ്പിൾ സ്റ്റോറിന് വഴി ചോദിച്ചാൽ സാംസങ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറയുന്ന അവസ്ഥ എന്ന് പലരും തമാശ രൂപേണ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആപ്പിൾ സ്റ്റോറിന്റെ ഉദ്ഘാടനത്തെക്കാൾ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് സാംസങ്ങിന്റെ ഈ ബുദ്ധിപരമായ നീക്കത്തെക്കുറിച്ചായിരുന്നു. സാംസങ് ഇതിനു മുൻപും ആപ്പിളിനെ ട്രോളാൻ പലതും ചെയ്തിട്ടുണ്ട്. ഫോണിന്റെ നോച്ചിനെ കളിയാക്കിയും ഫോൾഡബിൾ ഫോൺ ഇല്ലാത്തതിനെ കളിയാക്കിയും ഒക്കെ അവർ പരസ്യം ഇറക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു മെട്രോ സ്റ്റേഷൻ തന്നെ പേര് മാറ്റിയത് വേറെ ലെവൽ പണിയായിപ്പോയി. ബിസിനസ് ലോകത്ത് വലിയ യുദ്ധങ്ങൾ നടക്കാറുണ്ട്, എന്നാൽ ഇത് ശരിക്കും രസകരമായ ഒരു മത്സരമായിരുന്നു. ആപ്പിളിന് തങ്ങളുടെ പ്രൗഢി നിലനിർത്താൻ സാധിച്ചെങ്കിലും ആ ചടങ്ങിലെ സ്റ്റാർ ആവാൻ സാംസങ്ങിന് ഈ മെട്രോ സ്റ്റേഷൻ ബ്രാൻഡിങ്ങിലൂടെ സാധിച്ചു. മലേഷ്യയിൽ ഈ സംഭവം മാർക്കറ്റിംഗ് പഠിക്കുന്നവർക്ക് പോലും ഒരു മികച്ച പാഠമാണ്. എങ്ങനെ എതിരാളിയുടെ ശ്രദ്ധ തിരിക്കാമെന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. സാംസങ്ങിന്റെ ഈ ഒരു കിടിലൻ പണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സാംസങ് ചെയ്തത് ബുദ്ധിപരമായ ഒരു നീക്കമാണോ, അതോ വെറും ഷോ ആണോ? പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളൊരു കട്ട ആപ്പിൾ ഫാൻ ആണോ അതോ സാംസങ് ഫാൻ ആണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.